നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ദേശീയ റോവിംഗ് ഇൻഡോർ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ആലപ്പുഴയിൽ ആരംഭിച്ചു. സംസ്ഥാനത്ത് ആദ്യമായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 22 സംസ്ഥാനങ്ങളിൽ നിന്നായി 450-ലേറെ താരങ്ങൾ പങ്കെടുക്കുന്നു. ഏപ്രിൽ 30-ന് സമാപിക്കും. ചരിത്രപ്രസിദ്ധമായ എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ ഗിവർഗീസ് സഹദയുടെ പെരുന്നാൾ ആഘോഷത്തിന് ഭക്തിനിർഭരമായ തുടക്കം. കൊടിയേറ്റ് ചടങ്ങിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മെയ് 7-നാണ് പ്രധാന തിരുനാൾ. കുട്ടനാട്ടിലെ നെൽകർഷകർ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട കർഷകർ ചേർത്തലയിലെ കൃഷിമന്ത്രിയുടെ ഓഫീസിലെത്തി. തങ്ങളുടെ ആവശ്യങ്ങൾ മന്ത്രിയെ നേരിട്ട് ബോധ്യപ്പെടുത്താനാണ് നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കർഷകർ ചേർത്തലയിലെത്തിയത്. ചേർത്തലയിലെ ശുചിമുറി മാലിന്യ പ്ലാന്റ് പ്രവർത്തന സജ്ജമായി. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. ജില്ലയിൽ എവിടെ നിന്നും മാലിന്യം ശേഖരിക്കും. കടക്കരപ്പള്ളി പഞ്ചായത്തിൽ പുതിയ ഓഡിറ്റോറിയവും കൗൺസിൽ ഹാളും സജ്ജമായി. മന്ത്രി പി പ്രസാദ് ഓഡിറ്റോറിയവും KC വേണുഗോപാൽ MP കൗൺസിൽ ഹാളും ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ദേശീയ റോവിംഗ് ഇൻഡോർ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ആലപ്പുഴയിൽ ആരംഭിച്ചു. സംസ്ഥാനത്ത് ആദ്യമായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 22 സംസ്ഥാനങ്ങളിൽ നിന്നായി 450-ലേറെ കായിക താരങ്ങൾ പങ്കെടുക്കുന്നു. സംസ്ഥാനത്ത് ആദ്യമായി നടക്കുന്ന ദേശീയ റോവിംഗ് ഇൻഡോർ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ പുന്നമടയിലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പരിശീലന കേന്ദ്രത്തിൽ ആരംഭിച്ചു. PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. രാവിലെ 7-ന് മത്സരങ്ങൾ തുടങ്ങിയിരുന്നു. 22 സംസ്ഥാനങ്ങളിൽ നിന്നായി 450-ലേറെ താരങ്ങൾ മത്സരത്തിനായി എത്തിയിട്ടുണ്ട്. എർഗോമീറ്റർ എന്ന യന്ത്ര സജ്ജീകരണത്തിൽ ഇരുന്നാണ് തുഴയേണ്ടത്. എർഗോമീറ്ററാണ് പ്രകടന മികവ് അളക്കുന്നത്. വെള്ളത്തിൽ തുഴയുമ്പോൾ ഓരോ താരവും എത്ര ശക്തി ഉപയോഗിച്ച് എന്ന് അളക്കാനാകില്ല. എന്നാൽ എർഗോമീറ്ററിൽ ഇതും സാധ്യമാണ്. ഇതിൽ 2000 മീറ്റർ സെറ്റ് ചെയ്താണ് മത്സരം ആരംഭിച്ചത്. യന്ത്രത്തിലെ പ്രത്യേക വള്ളിയിൽ പിടിച്ചു വലിച്ച് പിന്നോട്ടായുകയാണ് വേണ്ടത്. റോവിംഗിൽ തുഴയുന്നതിന് സമാനമാണ് ഈ ചലനം. ഓരോ തവണയും വള്ളി വലിക്കുന്നതിലെ ബലം കണക്കാക്കി വള്ളം മുന്നോട്ട് നീങ്ങുന്നതായി സ്ക്രീനിൽ കാണാം. ഏറ്റവും വേഗത്തിൽ 2000 മീറ്റർ കടക്കുന്നയാളാണ് വിജയി. മത്സരം സംഘടിപ്പിക്കുന്നതിന് 30 എർഗോമീറ്ററുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ടൈം ന്യൂസ്, ആലപ്പുഴ. ചരിത്രപ്രസിദ്ധമായ എടത്വ പള്ളിയിലെ ഗിവർഗീസ് സഹദയുടെ തിരുനാൾ ആഘോഷത്തിന് ഭക്തിനിർഭരമായ തുടക്കം. കൊടിയേറ്റ് ചടങ്ങിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മെയ് 7-നാണ് പ്രധാന തിരുനാൾ ആഘോഷം. മെയ് 14-ന് സമാപിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് പരിമിതപ്പെടുത്തിയാണ് ഇക്കൊല്ലം ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞായറാഴ്ച പുലർച്ചെ മുതലുള്ള തിരുക്കർമ്മങ്ങൾക്ക് ശേഷം വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. തുടർന്ന് തമിഴ് സീറോ മലബാർ കുർബാന. ഫാദർ പീറ്റർ കിഴക്കേതിൽ, ഫാദർ അജിൻ C ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. മെയ് 3-ന് വൈകിട്ട് 5:45-ന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ തോമസ് തറയിലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കുർബാന. തുടർന്ന് ഗിവർഗീസ് സഹദയുടെ നടയിൽ നിന്നും തിരുസ്വരൂപം ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിൽ പ്രതിഷ്ഠിക്കും. 6-ന് രാവിലെ 9-ന് തക്കല രൂപതാ മെത്രാൻ മാർ ജോർജ് രാജേന്ദ്രൻ കുർബാന അർപ്പിക്കും. വൈകിട്ട് 3:45-ന് പാളയംകോട്ട് രൂപത മുൻ ബിഷപ്പ് ഡോക്ടർ ജൂഡ് പോൾ രാജ് തമിഴ് കുർബാന അർപ്പിക്കും. വൈകിട്ട് 5-ന് പ്രദക്ഷിണം. 7-നാണ് പ്രധാന തിരുനാൾ ആഘോഷം. രാവിലെ 5:45-ന് ചങ്ങനാശ്ശേരി അതിരൂപത മുൻ ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം കുർബാന അർപ്പിക്കും. തുടർന്ന് ഫാദർ ദുരൈസ്വാമി, ഫാദർ ജെന്നിസ് എന്നിവർ തമിഴിൽ കുർബാന അർപ്പിക്കും. വൈകിട്ട് 3-ന് ആഘോഷമായ കുർബാനയ്ക്ക് തൂത്തുക്കുടി ബിഷപ്പ് ഡോക്ടർ സ്റ്റീഫൻ ആൻ്റണി പിള്ളൈ നേതൃത്വം നൽകും. വൈകിട്ട് 4-ന് തിരുസ്വരൂപം വഹിച്ചുള്ള പ്രദക്ഷിണം. 14-ന് 8-ാം ഇടത്തോടെ തിരുനാൾ സമാപിക്കും. വൈകുന്നേരം 4-ന് തിരുസ്വരൂപം എഴുന്നള്ളിച്ചുള്ള പട്ടണ പ്രദക്ഷിണം കുരിശടിയിലേക്ക് നടക്കും. തുടർന്ന് കൊടിയിറക്കം. രാത്രി 9-ന് തിരുസ്വരൂപം തിരുനടയിൽ പ്രതിഷ്ഠിക്കുന്നതോടെ പെരുന്നാൾ സമാപിക്കും. തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരാണ് എടത്വ പള്ളിയിൽ കൂടുതലായും എത്തുന്നത്. സഭയുടെ ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ ഭവനങ്ങൾ എന്ന പേരിൽ 3.5 കോടിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ടൈം ന്യൂസ്, ആലപ്പുഴ.
കുട്ടനാട്ടിലെ നെൽകർഷകർ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യം. കുട്ടനാട്ടിലെ കർഷകർ ചേർത്തലയിലെ കൃഷിമന്ത്രി പി പ്രസാദിൻ്റെ ഓഫീസിലെത്തി. തങ്ങൾ നേരിടുന്ന പ്രതിസന്ധി മന്ത്രിയെ നേരിട്ട് ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കർഷകർ നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചേർത്തലയിലെ മന്ത്രിയുടെ ഓഫീസിലെത്തിയത്. സംയുക്ത പാടശേഖര സമിതിയുടെയും നെൽകർഷക സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിൻ്റെ ചേർത്തലയിലെ ക്യാമ്പ് ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. 2024-25 വർഷത്തെ പുഞ്ചകൃഷിയുടെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഉയർന്നിരിക്കുന്ന കർഷകരുടെ ആശങ്കകളായ കൊയ്ത നെല്ല് അടിയന്തരമായി സംഭരിക്കുക, ഓരുവെള്ളം കയറിയും ഉഷ്ണതരംഗത്തിലും വേനൽ മഴയിലും കൃഷി നശിച്ച കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം അടിയന്തരമായി ലഭ്യമാക്കുക, ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നടപടികൾ ഉറപ്പാക്കുക, സംഭരിച്ച നെല്ലിൻ്റെ വില അടിയന്തരമായി ലഭ്യമാക്കുക, മില്ലുകാരുടെ ചൂഷണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സംയുക്ത പാടശേഖര സമിതി, നെൽകർഷക സംരക്ഷണ സമിതി എന്നീ സംഘടനകൾ ചേർന്ന പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഞങ്ങൾ ഈ പുഞ്ചകൃഷിയുടെ പ്രാരംഭഘട്ടം മുതൽ ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെപ്പറ്റി ബഹുമാനപ്പെട്ട കൃഷി വകുപ്പിനും സംസ്ഥാന ഭരണകൂടത്തിൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയതാണ്. തണ്ണീർമുക്കത്തെയും തോട്ടപ്പള്ളിയിലെയും സ്പിൽവേ ഷട്ടറുകൾ റെഗുലേറ്റ് ചെയ്യുന്നതടക്കം, ഓരുമുട്ടുകൾ സ്ഥാപിക്കുന്നതടക്കം, ഓരുവെള്ള ഭീഷണിയിൽ ഞങ്ങളുടെ നെൽ ചെടികൾ കരിഞ്ഞുണങ്ങി ഞങ്ങളുടെ വിളനാശം സംഭവിക്കുന്നത് അടക്കം ഞങ്ങൾ രേഖാമൂലവും അല്ലാതെയും എല്ലാം ബഹുമാനപ്പെട്ട ഭരണകൂടത്തെ അറിയിച്ച. പക്ഷേ വേണ്ട രീതിയിൽ നടപടികൾ സ്വീകരിക്കാഞ്ഞത് മൂലം ഇന്ന് ഞങ്ങൾ നഷ്ടത്തിൻ്റെ പടുകുഴിയിലാണ്. ഇന്ന് കർഷകർ അവരുടെ നിലങ്ങൾ കൊയ്തെടുക്കാനാവാതെ കത്തിച്ചു കളയുന്ന ഒരു അവസ്ഥ വന്നു. ഞങ്ങൾ നവംബർ മാസം 9 ദിവസം നിരാഹാരമിരുന്നത് ഈ ഉപ്പുവെള്ള പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടും ഞങ്ങളുടെ നെൽവില കൂട്ടിത്തരണമെന്നും പറഞ്ഞാണ്. 8ാമത്തെ ദിവസം നടന്ന ചർച്ചയിൽ വളരെ വ്യക്തമായി ബഹുമാന്യനായ കൃഷിമന്ത്രിയും സിവിൽ സപ്ലൈസ് മന്ത്രിയും ഞങ്ങൾക്ക് തന്ന ഒരു ഉറപ്പുണ്ട്. ഏറ്റവും അടുത്ത ദിവസം മുഖ്യമന്ത്രിയുമായി ഒരു ചർച്ച ചെയ്ത് കൃഷിക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന്. നവംബർ കഴിഞ്ഞ് ഇപ്പം നിങ്ങൾക്കറിയാം ഏപ്രിൽ ലാസ്റ്റായി, ഇന്ന് വരെ ആ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല. ആ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഇന്ന് പോകണം, നാളെ വരൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും അത് അംഗീകരിക്കുവാൻ സാധിക്കത്തില്ല. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും കൃഷിമന്ത്രി വന്ന് ഞങ്ങളുടെ നിവേദനം സ്വീകരിച്ച്, ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ വന്നവരല്ല, ഞങ്ങൾ നിവേദനം കൊടുക്കാൻ വന്നവരാണ്. നിവേദനം സ്വീകരിച്ച് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയാൽ മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. അല്ലെങ്കിൽ കാരണം നിവേദനം കാണാൻ വരുന്നവരെ ഒരു കൃഷിമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കാണേണ്ടത് തന്നെയാണ്. ഇനി അതല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് പോകത്തില്ല. കാരണം ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ച ഞങ്ങളുടെ നെല്ല് നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്നം. അതിനൊരു മറുപടി ഇവിടെ നിന്ന് കിട്ടണം. ഇനി ഒരു സ്ഥലവും ഞങ്ങൾക്ക് പോകാനായിട്ടില്ല. നെൽകർഷക സംരക്ഷണ സമിതി ഭാരവാഹികളായ റജീന അഷ്റഫ്, സോണിച്ചൻ പുളിങ്കുന്ന, PR സതീശൻ, വേലായുധൻ നായർ, ലാലിച്ചൻ പള്ളിവാതുക്കൽ, മാത്യു കോട്ടയം, അജയൻ തകഴി, സംയുക്ത പാടശേഖര സമിതി ഭാരവാഹികളായ സുനിൽകുമാർ, VS ഹരിലാൽ, സുനിലാർ, PK ശിവദാസൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷി വകുപ്പ് മന്ത്രിയുടെ ചേർത്തല ക്യാമ്പ് ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ടൈം ന്യൂസ്, ചേർത്തല. വേമ്പനാട്ട് കായൽ സംരക്ഷണത്തിന്റെ ഭാഗമായി ഹൗസ് ബോട്ടുകളിൽ പരിശോധന ആരംഭിച്ചു. ശനിയാഴ്ച നടന്ന പരിശോധനയിൽ നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തി. നടപടി തുടരുമെന്ന് ജില്ലാ ഭരണകൂടം. ജില്ലയിലെ വിവിധയിടങ്ങളിലായി ആഴ്ചയിലൊരിക്കൽ മിന്നൽ പരിശോധന നടത്താനാണ് തീരുമാനം. വേമ്പനാട്ട് കായൽ പുനരുജ്ജീവന പദ്ധതിയുടെ ഭാഗമായാണ് നടപടി. നിരോധിത പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ, പ്ലാസ്റ്റിക് മാലിന്യം കായലിലേക്ക് വലിച്ചെറിയുന്നുണ്ടോ, കക്കൂസ് മാലിന്യം കായലിലേക്ക് തള്ളുന്നുണ്ടോ, മതിയായ രേഖകൾ ഉണ്ടോ, ശേഷിയിൽ കൂടുതൽ ആളുകളെ കയറ്റുന്നുണ്ടോ, പഴകിയ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ തുടങ്ങിയവ പരിശോധിക്കും. തുറമുഖ വകുപ്പ്, വിനോദസഞ്ചാര വകുപ്പ്, ടൂറിസം പോലീസ്, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, മലിനീകരണ നിയന്ത്രണ ബോർഡ്, നഗരസഭാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതത് വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടപടി സ്വീകരിക്കും. ലംഘനത്തിൻ്റെ ഗൗരവമനുസരിച്ചായിരിക്കും പിഴയും അറസ്റ്റും ഉൾപ്പെടെയുള്ള നടപടികൾ. പരിശോധന നടത്തുന്ന പുരവഞ്ചികളിലെ ജീവനക്കാർക്ക് ബോധവൽക്കരണവും നൽകുന്നുണ്ട്. ശനിയാഴ്ച നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയ പുരവഞ്ചികളിൽ നിന്ന് 2.20 ലക്ഷം രൂപ പിഴ ഈടാക്കി. ലൈസൻസ് ഇല്ലാത്ത സ്രാങ്കുകളുള്ള പുരവഞ്ചികളും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചില ബോട്ടുകൾക്ക് സർവീസ് നിർത്തിവെക്കാനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. നടപടി തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ശുചിമുറി മാലിന്യ പ്ലാന്റ് പ്രവർത്തന സജ്ജമായി. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. ജില്ലയിൽ എവിടെ നിന്നും ശുചിമുറി മാലിന്യങ്ങൾ ശേഖരിക്കും. ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ ആനന്ദർവേളിയിൽ സ്ഥാപിച്ച ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തന സജ്ജമായി. ജനം രജിസ്റ്റർ ചെയ്താൽ മാലിന്യം ശേഖരിച്ചു തുടങ്ങും. രജിസ്റ്റർ ചെയ്താൽ സമയബന്ധിതമായി ടാങ്കർ ലോറികൾ സ്ഥലത്തെത്തി മാലിന്യം ശേഖരിക്കും. ജില്ലയിൽ എവിടെ നിന്നും മാലിന്യം ശേഖരിക്കും.
രജിസ്ട്രേഷനായി ചേലത്ത ചേർത്തല ആപ്ലിക്കേഷൻ ഉടനെ സജ്ജമാകും. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്ന ആപ്ലിക്കേഷൻ അവസാന ഘട്ടത്തിലാണ്. 50 ടാങ്കർ ലോറികളാണ് സംസ്കരണ പ്ലാന്റിനായി ഓടാൻ രജിസ്റ്റർ ചെയ്തത്. 12 വാഹനങ്ങളാണ് മാനദണ്ഡ പ്രകാരമുള്ള ലൈസൻസോടെ സർവീസിന് തയ്യാറായിട്ടുള്ളത്. വാഹനം ഇളം തവിട്ട് നിറത്തിൽ പെയിൻറ് ചെയ്യണം. സെപ്റ്റേജ് ശേഖരണ മാലിന്യം എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും ഇരുപുറങ്ങളിലുമായി വലിയ അക്ഷരത്തിൽ വെള്ള നിറത്തിൽ എഴുതണം. മാലിന്യം ശേഖരിക്കുന്ന വാഹനത്തിന് നഗരസഭ അനുവദിക്കുന്ന ലൈസൻസ് നമ്പരും നഗരസഭ ഹെൽപ്പ് ഡെസ്ക് നമ്പരും ടാങ്കറിൻ്റെ പിൻവശത്ത് ഫ്ലൂറസെൻ്റ് വെള്ള നിറത്തിൽ രേഖപ്പെടുത്തണം. വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് നിഷ്കർഷിക്കുന്ന GPS ഘടിപ്പിക്കണം. അത് നഗരസഭയുടെ ഓൺലൈൻ സംവിധാനവുമായി ബന്ധിപ്പിക്കണം. 2 ഇഞ്ച് വലിപ്പമുള്ള ഔട്ട്ലെറ്റ് പൈപ്പ് ഘടിപ്പിക്കണം. വാഹനത്തിൽ കുറഞ്ഞത് 50 മീറ്റർ ഹോസ് ഉണ്ടായിരിക്കണം. അത് വൃത്തിയായി സൂക്ഷിക്കണം. മാലിന്യത്തിൻ്റെ അളവ് ദൃശ്യമാക്കാനുള്ള ഗ്ലാസ് ട്യൂബ് സംവിധാനം ഘടിപ്പിക്കണം. ഓൺലൈൻ സ്ട്രീമിംഗ് സംവിധാനമുള്ള ക്യാമറയും ഘടിപ്പിക്കണം. ക്യാമറകൾ നഗരസഭയുടെ സംവിധാനവുമായി ബന്ധിപ്പിക്കണം. യാത്രാമധ്യേ മലിനജലം പുറത്തേക്ക് ഒഴുകാത്ത രീതിയിൽ ഇൻലെറ്റും ഔട്ട്ലെറ്റും എയർ ടൈറ്റ് മൂടികൾ ഉപയോഗിച്ച് മൂടണം. വാഹനത്തിൻ്റെ ഔട്ട്ലെറ്റ് വാൽവും പൂട്ടണം. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായാൽ മാലിന്യം ശേഖരിച്ചു തുടങ്ങും. ടൈം ന്യൂസ് ചേർത്തല. കടക്കരപ്പള്ളി പഞ്ചായത്തിൽ പുതിയ ഓഡിറ്റോറിയവും കൗൺസിൽ ഹാളും സജ്ജമായി. ഓഡിറ്റോറിയം കൃഷിമന്ത്രി P. പ്രസാദും കൗൺസിൽ ഹാൾ ആലപ്പുഴ MP KC വേണുഗോപാലും ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണം പൂർത്തിയാക്കിയ കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ 1-ാം നിലയിലുള്ള പഞ്ചായത്ത് ഓഡിറ്റോറിയവും പഞ്ചായത്ത് കൗൺസിൽ ഹാളിന്റെയും ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദും പഞ്ചായത്ത് കൗൺസിൽ ഹാളിന്റെ ഉദ്ഘാടനം KC വേണുഗോപാൽ MPയും നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രാദേശിക സർക്കാരുകൾ തന്നെയാണ് എല്ലാ അർത്ഥത്തിലും ഒരു സർക്കാർ താഴെതലത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് കേരളം തന്നെ ഏറ്റവും നല്ല മാതൃകയായിട്ടാണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആസൂത്രണം തന്നെയും നമ്മൾ താഴെ തലത്തിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. എത്രമേൽ നമ്മളെല്ലാം ഗ്രാമസഭകൾക്ക് പോകുന്നുണ്ട്, ഇടപെടുന്നുണ്ട് എന്നൊക്കെയുള്ളതാണ് ഒരു ചോദ്യം. പലപ്പോഴും നമ്മൾ അതിനകത്ത് താല്പര്യം കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടതല്ല. പ്രാദേശികമായ ആസൂത്രണം, ഗ്രാമസഭകൾ, അതിൻ്റെ യോഗങ്ങൾ, അതിനെല്ലാം വരുമ്പോൾ നമുക്ക് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു നല്ല ഇടപെടലോടുകൂടി പ്രാദേശികമായ വികസനത്തെ കൊണ്ടുവരാൻ കഴിയും. ആ ഇടപെടലുകൾ നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് കൃത്യമായ എന്നവണ്ണമുള്ള വികസനത്തിന്റെ കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. സാമാന്യേന നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ ഇവിടുത്തെ നമുക്ക് തീരദേശ ജനതയും അതുപോലെ തന്നെ തൊഴിലാളികളും ഒക്കെ തന്നെ തിങ്ങി പാർക്കുന്ന പ്രദേശം, കയർ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ഒക്കെ തന്നെ തിങ്ങി പാർക്കുന്ന ഒരു പഞ്ചായത്ത് നിലയിൽ അടിസ്ഥാനപരമായിട്ട് അവരുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ തന്നെ നമ്മുടെ മുന്നിലേക്ക് വരും, പഞ്ചായത്തുകളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ അവിടെയൊക്കെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള പരിശ്രമം നടത്തിയൊരു പഞ്ചായത്ത് എന്ന നിലയിൽ അവരുടെ ഈ പ്രവർത്തനത്തിനും എല്ലാവിധമായ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുന്നു. ഹരിതകർമ്മ സേനയ്ക്കുള്ള വാഹനത്തിന്റെ കൈമാറ്റം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ടിങ്കുതറ അധ്യക്ഷത വഹിച്ചു. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സജിമോൾ, കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ L. മിനി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ഷിബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK സത്യാനന്ദൻ, ബ്ലോക്ക് മെമ്പർ റാണി ജോർജ്, ബ്ലോക്ക് മെമ്പർ SGG, ആലപ്പുഴ LSDDJD ശ്രീകുമാർ S, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സിനി സാലസ്, ബെൻസി ജോസ്, മേരിക്കുഞ്ഞ് ജോസഫ്, ബീന KK, PD ഗഗാരിൻ, അമ്പിളി മുരളി, A. ചന്ദ്രദാസ്, ജാൻസി ബെന്നി, തീരദേശ വികസന അതോറിറ്റി മെമ്പർ PI ഹാരിസ്, CDS ചെയർപേഴ്സൺ സതി രഘു, രാജേഷ് തോട്ടാത്തറ, K. സുധീഷ്, KK പ്രഭു, സിബിരാജ്, TV ദേവദാസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷാജി S നന്ദിയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതി അനിൽകുമാർ സ്വാഗതവും പറഞ്ഞു. ആലപ്പുഴയിൽ വേനൽ തുമ്പി കലാജാഥകൾ ആരംഭിച്ചു. ബാലസംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് വേനൽ തുമ്പി കലാജാഥകൾ ആരംഭിച്ചത്. H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിൽ വേനൽ തുമ്പി കലാജാഥ പര്യടനം ആരംഭിച്ചു. പാട്ടും കളിചിരി മേളങ്ങളുമായി വേനൽ തുമ്പികൾ പറന്നു തുടങ്ങി. ദിവസങ്ങൾ നീണ്ട പരിശീലനം പിന്നിട്ട് ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്കപ്പുറം
നമ്മൾ ഒന്നാണെന്നും ഏകോദര സഹോദരങ്ങളാണെന്നും വിളിച്ചറിയിച്ച് ബാലസംഘം വേനൽത്തുമ്പികളാണ് ആലപ്പുഴ ഏരിയയിലെ വിവിധ കേന്ദ്രങ്ങളിൽ കലാപരിപാടികളുമായി എത്തുന്നത്. മുല്ലയ്ക്കൽ മേഖലയിലെ ഫയർഫോഴ്സ് ഓഫീസിന് സമീപത്തു നിന്നും പ്രയാണം ആരംഭിച്ച കലാജാഥ എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തെക്കുറിച്ച്, നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച്, നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അതിലെല്ലാം ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരെന്ന നിലയിൽ നമ്മൾ ആർജിക്കേണ്ട നിലപാടുകളെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായി പറയുന്ന കലാരൂപങ്ങളാണ് ഈ ബാലസംഘം ഈ കലാജാഥയുടെ ഭാഗമായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അതെല്ലാം നമുക്ക് ഏറ്റവും നന്നായി മനോഹരമായി യാത്ര ചെയ്ത് കഴിയുന്നത്രയും ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സന്തോഷ് കുമാർ അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രൻ, നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ, കൗൺസിലർ സൗമ്യ രാജ്, ബാലസംഘം ജില്ലാ സെക്രട്ടറി അഭിറാം രഞ്ജിത്ത്, ജോസ് മാത്യു, S സുരേഷ്, TG റജി, അനുനന്ദ, ജിസ്വാൻ, സജീവ്, M ബാബു, TA ഷാനവാസ്, സനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സുധീർ ഉസ്മാൻ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. SSF കായംകുളം ഡിവിഷൻ സമ്മേളനം ഏപ്രിൽ 29 നടക്കും. കായംകുളം TA കൺവെൻഷൻ സെന്ററിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് SSF നേതാക്കൾ അറിയിച്ചു. ഏപ്രിൽ 29 SSF സ്ഥാപക ദിനത്തിൽ കേരളത്തിലെ 125 ഡിവിഷനുകളിൽ ഡിവിഷൻ സമ്മേളനങ്ങൾ നടക്കുകയാണ്. SSF കായംകുളം ഡിവിഷൻ സമ്മേളനം 2025 ഏപ്രിൽ 29 കായംകുളം TA കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന വിവരം വളരെ സന്തോഷത്തോടുകൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി, ശരികളുടെ ആഘോഷം എന്ന പ്രമേയത്തിലാണ് സമ്മേളനങ്ങൾ നടക്കുന്നത്. ഈ പ്രമേയത്തിൻ്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് വളരെ ആശങ്കയോടുകൂടി, വളരെ ഭയപ്പാടോടുകൂടി സമൂഹം ഉറ്റുനോക്കുന്ന വിദ്യാർത്ഥിത്വം, പുതിയ കൗമാരക്കാർ, യുവാക്കൾ, ഇവിടെ പ്രശ്നങ്ങൾ മാത്രമല്ല, സങ്കീർണതകൾ മാത്രമല്ല, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന, സമൂഹത്തിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. അതിന് പാകതയും പക്വതയുമുള്ള ഒരു സമൂഹത്തെ SSF ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന ബൃഹത്തായ ആശയമാണ് ഈ സമ്മേളനം കൈമാറുന്നത്. ഏപ്രിൽ 29 സ്ഥാപക ദിനത്തിൽ വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന 500-ൽ പരം പ്രതിനിധികൾ 5 സെക്ടറിൽ നിന്നായി പങ്കെടുക്കുന്ന ബൃഹത്തായ വിദ്യാർത്ഥി റാലി കായംകുളം പുത്തൻതെരുവ് മസ്ജിദിൽ നിന്നും സിയാറത്തോടുകൂടെ ആരംഭിച്ച് കായംകുളം നഗരത്തെ ചുറ്റി TA കൺവെൻഷൻ സെന്ററിൽ നമ്മുടെ നഗരിയിലേക്ക് എത്തുകയാണ്. ശേഷം നടക്കുന്ന സമ്മേളനത്തിൽ സമസ്ത കേന്ദ്ര മുഷാവറാംഗം ഷെയ്ഖുന ത്വാഹ ഉസ്താദ്, SSF മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AP മുഹമ്മദ് അഷ്ഹർ പത്തനംതിട്ട, അതുപോലെ SSF ജില്ലാ സെക്രട്ടറി നിഷാദ് കുത്തുബി അടക്കമുള്ള സംഘടനാ രംഗത്തെ, പ്രാസ്ഥാനിക രംഗത്തെ പ്രമുഖരൊക്കെയും പങ്കെടുക്കുന്നുണ്ട്. വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കുന്ന ഡിവിഷൻ സമ്മേളനത്തിൽ 5 സെക്ടറിൽ നിന്നായി 500-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. ലഹരിയും അധാർമികതയും വർദ്ധിച്ച സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് പ്രഗത്ഭർ ക്ലാസ് എടുക്കും. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഷൈഖുന ത്വാഹ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. SSF മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് അസ്ഹർ, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി മുഹമ്മദ് നിഷാദ് കുത്തുബി തുടങ്ങിയവർ സംസാരിക്കും. SSF ഡിവിഷൻ പ്രസിഡന്റ് അജ്ലിഫ് ജൗഹരി അസഹാഫി, ജനറൽ സെക്രട്ടറി മുഹമ്മദ് നാദിർ ഷാ, ഫിനാൻസ് സെക്രട്ടറി മുഹമ്മദ് ഷാൻ, സെക്രട്ടറിമാരായ മുഹമ്മദ് അഫ്സൽ, അസ്ലാം മുനി എന്നിവർ കായംകുളത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാതിരാമണൽ ദ്വീപിലെ ജീവജാലങ്ങൾക്ക് സുരക്ഷയൊരുക്കി ചേർത്തല റോട്ടറി ക്ലബ്ബ് ഹരിതരക്ഷാ പദ്ധതി മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കളക്ടർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. ചേർത്തല റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഡിസ്ട്രിക്ട് പ്രവൃത്തിയുടെ ഭാഗമായി പാതിരാമണലിൽ ഹരിത രക്ഷാ പദ്ധതി നടപ്പാക്കുന്നു. സസ്യജാലങ്ങൾക്കും കാർഷിക മേഖലയ്ക്കും ജീവജാലങ്ങൾക്കും ദോഷകരമാകുന്ന അധിനിവേശ സസ്യങ്ങൾ നീക്കം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. കാർഷിക സർവകലാശാല മുൻ ഡയറക്ടറും കായൽ ഗവേഷണ കേന്ദ്രം ഡയറക്ടറുമായ KG പത്മകുമാറിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാണ് റോട്ടറി ക്ലബ്ബ് പദ്ധതി ഏറ്റെടുത്തത്. പാതിരാമണലിൽ മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സുമേഷ് ചെറുവാരണം അധ്യക്ഷത വഹിച്ചു. കളക്ടർ അലക്സ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ KG പത്മകുമാർ ക്ലാസ് എടുത്തു. മുഹമ്മദ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു, ഫാദർ സാംജി വടക്കേടം, PS മനോജ്, റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ B ശ്രീദേവൻ, സെക്രട്ടറി വിനോദ് മായ്ത്തറ, റോട്ടറി ക്ലബ്ബ് അംഗങ്ങളായ ധനേശൻ പൊഴിക്കൽ, VN ബാബു, ക്ലബ്ബ് ട്രഷറർ ബിനു ജോൺ, അനിലാൽ കൊച്ചുകൂട്ടൻ, CK സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് മുഹമ്മദ്. ചേർത്തല എക്സ് സർവീസ്മെൻ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ തീവ്രവാദത്തിനെതിരെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ചേർത്തലയിലെ യുദ്ധസ്മാരകത്തിന് മുന്നിലായിരുന്നു പ്രതിഷേധ ജ്വാല ഒരുക്കിയത്. രാജ്യമനസാക്ഷിയുടെ മുറിവേൽപ്പിച്ച പഹൽഗാമിൽ പൊലിഞ്ഞ വിലപ്പെട്ട മനുഷ്യജീവിതങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട്
ചേർത്തല എക്സ് സർവീസ്മെൻ അസോസിയേഷൻ തീവ്രവാദത്തിനെതിരെ ശനിയാഴ്ച വൈകുന്നേരം പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ചേർത്തല യുദ്ധസ്മാരകത്തിന് മുന്നിൽ അംഗങ്ങൾ മെഴുകുതിരി തെളിയിച്ച കൈകളിലേന്തി അണിനിരന്നു. പ്രസിഡന്റ് ഹോണററി ക്യാപ്റ്റൻ സുശീലൻ കെ അംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. നമ്മുടെ പാകിസ്ഥാൻ എത്ര ശ്രമിച്ചാലും നമ്മുടെ ഇന്ത്യയെ തകർക്കാൻ നടക്കത്തില്ല. അതൊന്നും ഉത്തമ വിശ്വാസം അവർക്കുണ്ടായിട്ട് പോലും ഇതുപോലെയുള്ള ആതങ്കവാദികളെ വിട്ടുകൊണ്ട് നമ്മൾ നിരപരാധികളായ സാധാരണപ്പെട്ട ജനങ്ങളെ അവർ വെടിവെച്ച് കൊല്ലുകയാണ്. അതിൽ നിന്നും ഈ കാർഗിൽ പോലുള്ള യുദ്ധങ്ങളിലൂടെ അവർക്ക് അതിൻ്റെ പരിണാമഫലം അവർക്ക് കിട്ടിയിട്ട് പോലും അതിനെ വകവെക്കാതെ വീണ്ടും വീണ്ടും നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഭീകരക്കെതിരായ ഉറച്ച മുദ്രാവാക്യങ്ങൾ ഓരോ അംഗങ്ങളും ഏറ്റുവിളിച്ച ദേശസ്നേഹം വിളിച്ചോതിക്കൊണ്ട് ചേർത്തലയിലെ വിമുക്ത ഭടന്മാർ ചടങ്ങ് അവിസ്മരണീയമാക്കി. ടൈം ന്യൂസ്, ചേർത്തല. KSFE സ്റ്റാഫ് അസോസിയേഷൻ CITUവിൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർത്തലയിൽ നടന്നു. ചേർത്തല ഭുവനേന്ദ്ര ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. CITU ആലപ്പുഴ ജില്ലാ സെക്രട്ടറി P. ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. KSFE സ്റ്റാഫ് അസോസിയേഷൻ CITUവിൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. ചേർത്തല ഭുവനേന്ദ്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം CITU ജില്ലാ സെക്രട്ടറി P. ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. സഖാവ് EMSന്റെ മന്ത്രിസഭാ കാലത്ത് അന്നത്തെ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ PK കുഞ്ഞ് സാഹിബ് കായംകുളത്തുകാരൻ കൂടിയാണ്. അദ്ദേഹം ഒട്ടേറെ തീരുമാനങ്ങൾ കൈക്കൊണ്ടു. സഖാവ് EMSന്റെ ഗവൺമെൻറ് കാലത്ത് നമ്മളിന്ന് കാണുന്ന ഭാഗ്യക്കുറി എന്ന ലോട്ടറി ആരംഭിച്ചത് ആ ഘട്ടത്തിലാണ്. KSFE ആരംഭിച്ചത് ആ ഘട്ടത്തിലാണ്. അടിച്ചമർത്തലിനെതിരായി ഒരു കാലത്ത് കേരളീയ ജനത നേരിട്ട പ്രതിസന്ധിയും പ്രയാസവും എന്താണെന്ന് നല്ല തിരിച്ചറിവോടുകൂടി ഇവിടെ സ്വാഗത പ്രാസംഗികൻ സഖാവ് ഉല്ലാസം സൂചിപ്പിച്ചതുപോലെ പുന്നപ്ര വയലാറിൻ്റെ നാടാണ്, സമരഭൂമിയിലാണ് ആ ചേർത്തലയിൽ ഈ സമ്മേളനം വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് S. കൃഷ്ണൻ അധ്യക്ഷനായി. CV. സുഗമ്യ രക്തസാക്ഷി പ്രമേയവും ജില്ലാ വൈസ് പ്രസിഡന്റ് CT. രഞ്ജിത്ത് രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി S. ഉല്ലാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി S. മുരളീകൃഷ്ണപിള്ള സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലയിലെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നായി 300ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മ പഞ്ചായത്ത് പരിധിയിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് മേശയും കസേരയും നൽകിയത്. മുഹമ്മ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മേശയും കസേരയും വിതരണം ചെയ്തു. 6000 രൂപ വിലയുള്ള 10 മേശയും കസേരയുമാണ് വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NT റജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PN നസീമ, പഞ്ചായത്ത് സെക്രട്ടറി മഹീധരൻ, ഫിഷറീസ് ഓഫീസർ ലീന ടെന്നീസ്, വിജേഷ് എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. കേരള കൊമേഴ്സ്യൽ ആർട്ടിസ്റ്റ് വെൽഫെയർ ഫോറം കേരളയുടെ വാർഷികവും ചിത്രപ്രദർശനവും നടന്നു. ചേർത്തല MLA കൂടിയായ P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കൊമേഴ്സ്യൽ ആർട്ടിസ്റ്റ് വെൽഫെയർ ഫോറം കേരളയുടെ 2ാമത് വാർഷികവും ചിത്രപ്രദർശനവും നടന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് NSS യൂണിയൻ ഹാളിൽ കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഈ സംഘടനയുമായിട്ടുള്ള ഒരു അടുപ്പത്തിൻ്റെയും ബന്ധത്തിൻ്റെയും കഴിയുന്നത് അങ്ങേയറ്റം സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി കാഫ് ഏറ്റെടുത്ത ചില പരിപാടികളിൽ എന്നെയും കൂടി അതിൽ പങ്കാളിയാക്കി എന്നതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലഹരിക്കെതിരായി നടത്തിയ പ്രവർത്തനമായിരുന്നു. ഈ പദ്ധതികളിലെല്ലാം ലഹരി വിരുദ്ധ പ്രചാരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി എല്ലാ ആൾക്കാർക്കും അവരുടെയും മനസ്സുകളിലേക്ക് എത്തിക്കാൻ പാകത്തിൽ അതിമനോഹരമായ ഒരു പ്രവർത്തനമാണ് കാഫിലെ പ്രവർത്തകർ ചേർത്തലയിൽ തന്നെ കാഴ്ചവെച്ചത്. അന്നൊരു റോഡുവക്കിൽ നിന്ന് വാഹനങ്ങൾ പോകുന്നതിൻ്റെ തിരക്കിൽ ആ സൗണ്ട് ഇങ്ങനെ ആ ശബ്ദങ്ങളാൽ മുഖരിതമായിരിക്കുന്നതിനടുത്ത് കുറച്ച് സ്കൂൾ കുട്ടികളെയും ചേർത്ത് വെച്ചതെന്ന് പറയുമ്പോൾ എത്ര പേരൊന്നും പറയാനാണ് കഴിഞ്ഞിട്ടുണ്ടാകുന്നത്. ഞാനതുകൊണ്ട് ഇപ്പോൾ കാഫിൻ്റെ പ്രവർത്തകരെ ഹൃദയം നിറഞ്ഞ് ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. സംസ്ഥാന പ്രസിഡന്റ് G. ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് AT പുഷ്പാങ്കദൻ സ്വാഗതം പറഞ്ഞു. സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേഷ് മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് P. വേണു, ആർട്ടിസ്റ്റ് ഷംലി ജോൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.
സെക്രട്ടറി MG സാനർജി റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. സംഘടനയുടെ നയവിശദീകരണം ഉദയൻ വയലാർ അവതരിപ്പിച്ചു. തുടർന്ന് ക്ഷേമനിധിയെക്കുറിച്ചുള്ള വിശദീകരണം അസംഘടിത തൊഴിലാളി ക്ഷേമനിധി ബോർഡ് DOP ഷൈനിയും ഇൻഷുറൻസ് പദ്ധതി വിശദീകരണം യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ഡെവലപ്മെന്റ് ഓഫീസർ സുനിൽ ജോസഫും നടത്തി. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. യോഗത്തിന് ഖജാൻജി ബിജു പവിത്രൻ നന്ദിയും രേഖപ്പെടുത്തി. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല വാരനാട് അടൽജി അക്ഷയ സ്വാശ്രയ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചേർത്തല CI G അരുൺ ഉദ്ഘാടനം ചെയ്തു. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെയും അടൽജി അക്ഷയ SHG വാരനാടിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു. വെള്ളിയാവളം NSS കരയോഗം ഹാളിൽ നടന്ന ക്യാമ്പ് ചേർത്തല പോലീസ് ഹൗസ് ഓഫീസർ G അരുൺ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഒരു ഗ്രാമീണ മേഖലയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ളൊരു ക്യാമ്പ് നിലവിലെ നമ്മുടെ ഒരു സാമൂഹിക സ്ഥിതി വെച്ചിട്ട് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ്. ഇത്തരം ക്യാമ്പുകൾ ഇപ്പം നമ്മുടെ വീടുകളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് പലവിധ അസുഖങ്ങളുണ്ടെങ്കിലും നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ പോകുന്നതിനും ഡോക്ടറെ കാണുന്നതിനൊക്കെ നാളത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു ശീലം നമുക്ക് പൊതുവെ കണ്ടുവരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ അച്ഛനും അമ്മയും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞാലും അത് പിന്നെ പോകാം, അല്ലെങ്കിൽ അത് കുറയുമായിരിക്കും, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ എന്തെങ്കിലും മരുന്ന് വാങ്ങി കഴിക്കാം. അങ്ങനെ ഒരു ശീലം ആണ് നമ്മുടെ നാട്ടിൽ പൊതുവായിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ളൊരു ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് അവിടെ പോകുന്നതിനും ഡോക്ടറെ കാണുന്നതിനും നമ്മുടെ വീടിൻ്റെ അടുത്താണ്, അധികം സമയം ചെലവഴിക്കാതെ നമുക്ക് അവിടെ ക്യാമ്പിൽ പോയി പങ്കെടുക്കാം, ഡോക്ടറെ കാണാം, നമ്മുടെ രോഗവിവരങ്ങളൊക്കെ പറയാം. ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ കിട്ടുമ്പോൾ മാക്സിമം അത് പ്രയോജനപ്പെടുത്തുക. പ്രസിഡന്റ് KB ഷാജി അധ്യക്ഷത വഹിച്ചു. BJP ദേശീയ സമിതി അംഗം വെള്ളിയാവളം പരമേശ്വരൻ, UR ശശികുമാർ, ഫാദർ ജോസഫ് തെക്കിനേത്ത, പഞ്ചായത്ത് അംഗങ്ങളായ ഷാജിമോൻ KB, മാത്യു കൊല്ലേലി, പ്രവീൺ G പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ചേർത്തല. നെടുമുടി ചേന്നങ്കരിയിൽ കാൽ വഴുതി ആറ്റിൽ വീണ് മരിച്ച 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നാടിൻ്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ആലപ്പുഴ തത്തമ്പള്ളി സ്വദേശി മിഖിൽ തോമസിൻ്റെ മൃതദേഹം സംസ്കരിച്ചു. സുഹൃത്തുക്കൾ കുളിക്കുന്നത് കണ്ടിരുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥി കാൽ വഴുതി ആറ്റിൽ വീഴുകയായിരുന്നു. ആലപ്പുഴ തത്തമ്പള്ളി പള്ളിക്കണ്ടത്തിൽ PV തോമസിൻ്റെയും ഷെർലിയുടെയും മകൻ 15 വയസ്സുള്ള മിഖിൽ തോമസാണ് മരിച്ചത്. നെടുമുടി 3ാം വാർഡ് ചേന്നങ്കരി 80ൻ്റെ ജെട്ടിക്ക് സമീപം ശനിയാഴ്ച രാവിലെ 10:30യോടെയാണ് അപകടം. തത്തമ്പള്ളി സെൻറ് മൈക്കിൾ സ്കൂൾ വിദ്യാർത്ഥിയാണ്. സ്കൂളിലെ ജീവനക്കാരി ബിൻസിയുടെ കല്യാണം കൂടാനാണ് മിഖിലും 3 സുഹൃത്തുക്കളും ചേന്നങ്കരിയിലെത്തിയത്. തിങ്കളാഴ്ച നടക്കുന്ന വിവാഹത്തിനായി വെള്ളിയാഴ്ച ഇവർ ബിൻസിയുടെ വീട്ടിലെത്തിയിരുന്നു. ശനിയാഴ്ച രാവിലെ സുഹൃത്തുക്കളായ 2 പേർ കുളിക്കാനിറങ്ങിയപ്പോൾ നീന്തലറിയാത്ത മിഖിലും മറ്റൊരു സുഹൃത്തും കടവിൽ ഇരിക്കുകയായിരുന്നു. ഇതിനിടെ കാൽവഴുതി മിഖിൽ ആറ്റിൽ വീണു. മിഖിലിനെ രക്ഷിക്കാൻ സുഹൃത്തുക്കൾ ശ്രമിച്ചെങ്കിലും നടന്നില്ല. കുട്ടികളുടെ ബഹളം കേട്ടെത്തിയ ബിൻസിയും നാട്ടുകാരും മിഖിലിനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ഒപ്പമുണ്ടായിരുന്ന മറ്റു കുട്ടികളെയും കുഴഞ്ഞുപോയ ബിൻസിയെയും നാട്ടുകാരും നെടുമുടി പോലീസും ചേർന്നാണ് കരകയറ്റിയത്. തകഴിയിൽ നിന്ന് അഗ്നിരക്ഷാ സേന എത്തിയാണ് മിഖിലിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. 9ാം ക്ലാസ് പരീക്ഷ എഴുതി 10ാം ക്ലാസ്സിലേക്ക് പ്രവേശനം കാത്തിരിക്കുകയായിരുന്നു മിഖിൽ. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മിടുക്കനായിരുന്നു. ജില്ലാ യുവജനോത്സവത്തിൽ നാടക മത്സരത്തിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സ്റ്റെഫി തോമസ് സഹോദരിയാണ്. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് തത്തമ്പള്ളി സെൻറ് മൈക്കിൾസ് പള്ളി സെമിത്തേരിയിൽ നടത്തും. ടൈം ന്യൂസ് ആലപ്പുഴ. ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിമുട്ടി. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ ലഭിച്ചത് MDMAയും ഹെറോയിനും. എറണാകുളം തോപ്പുംപടി സ്വദേശിയായ സനീഷ് പൂച്ചാക്കൽ പോലീസിൻ്റെ പിടിയിലായി. അരുക്കുറ്റി തൃച്ചാറ്റുകുളത്താണ് സംഭവം. 9.53 ഗ്രാം MDMAയും 6.41 ഗ്രാം ഹെറോയിനും അടക്കമുള്ള മയക്കുമരുന്നുകൾ ഇയാളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തു. എറണാകുളം തോപ്പുംപടി സ്വദേശി 40 വയസ്സുള്ള സനീഷിനെ പൂച്ചാക്കൽ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച വൈകിട്ട് 5:45 തൃച്ചാറ്റുകുളം ജംഗ്ഷന് സമീപം 2 ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിമുട്ടിയതിനെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്നുകൾ കണ്ടെത്തിയത്. പ്രതിയെ ചേർത്തല കോടതി റിമാൻഡ് ചെയ്തു. പൂച്ചാക്കൽ പോലീസ് ഇൻസ്പെക്ടർ PS സുബ്രഹ്മണ്യൻ്റെ നേതൃത്വത്തിൽ SIമാരായ ജോസ് ഫ്രാൻസിസ്, സണ്ണി, ASI അമ്പിളി, ജുബിൻ, ബിജീഷ്, കിങ് റിച്ചാർഡ്, ജോബി കുര്യാക്കോസ് എന്നിവരുൾപ്പെട്ട പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ടൈം ന്യൂസ് ചേർത്തല. ആലപ്പുഴയിൽ മാരകായുധങ്ങളുമായി വീട് കയറി ആക്രമിച്ച സംഭവത്തിലെ പ്രതികൾ പിടിയിലായി. ആലപ്പുഴ കോമളപുരം സ്വദേശികളായ 4 പ്രതികളാണ് ആലപ്പുഴ നോർത്ത് പോലീസിൻ്റെ പിടിയിലായത്. ആലപ്പുഴ നെഹ്റു ട്രോഫി വാർഡിൽ കമ്പനിച്ചിറ വീട്ടിൽ 21 വയസ്സുള്ള അമൽ, കോമളപുരം കാളികാട്ട് വീട്ടിൽ 19 വയസ്സുള്ള ആകാശ്, നേതാജി ചെന്നങ്കാട്ട് വെളി 21 വയസ്സുള്ള സാഹസ്, കോമളപുരം നന്ദനം വീട്ടിൽ 18 വയസ്സുള്ള അദ്വൈത് എന്നിവരെയാണ് ആലപ്പുഴ നോർത്ത് പോലീസ് പിടികൂടിയത്.
വലിയകുളത്തിന് സമീപമുള്ള വീട്ടിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. പ്രതികളിൽ ഒരാൾ പെൺസുഹൃത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. ഇത് പെൺസുഹൃത്തിൻ്റെ അയൽവാസി ചോദ്യം ചെയ്തു. ഈ വിരോധം കാരണം അയൽവാസിയുടെ വീട്ടിൽ കയറി 4 പ്രതികൾ അതിക്രമം കാട്ടുകയായിരുന്നു. വീടിൻ്റെ കതകും ജനൽച്ചില്ലുകളും അടിച്ചു പൊളിച്ചു. ബഹളം കേട്ടെത്തിയ നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് വരുന്നത് കണ്ട് അക്രമികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. സംഭവശേഷം പ്രതികൾ ഒളിവിൽ പോയി. പ്രതികൾ സമാന കേസുകളിൽ പിടിയിലായിട്ടുള്ളവരും കൊലപാതകം, ശ്രമം, ലഹരി കേസുകൾ ഉൾപ്പെടെ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരുമാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെ റിമാൻഡ് ചെയ്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. മുഹമ്മദ് ചാരമംഗലം ശ്രീനാരായണ വിലാസം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നെയ്വിളക്കർച്ചന ഭക്തിസാന്ദ്രമായി. നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് നെയ്വിളക്കർച്ചനയിൽ പങ്കെടുത്തത്. മുഹമ്മദ് ചാരമംഗലം ശ്രീനാരായണ വിലാസം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നെയ്വിളക്കർച്ചന ഭക്തിസാന്ദ്രമായി. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ വിശ്വാസികൾ നെയ്വിളക്കർച്ചന ചടങ്ങിൽ പങ്കാളികളായി. ക്ഷേത്ര മേൽശാന്തി രതീഷ് മോഹൻ ശാന്തികളുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി നടത്തുന്ന നെയ്വിളക്കർച്ചനയ്ക്ക് മുഹമ്മദ് തോട്ടത്തുശ്ശേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മേൽശാന്തി ബൈജു രുദ്രദീപ പ്രകാശന കർമ്മം നിർവഹിച്ചു. ദേവസ്വം പ്രസിഡന്റ് CV വിദ്യാസാഗർ, ക്ഷേത്ര മേൽശാന്തി രതീഷ് മോഹൻ വാരനാട്, വൈസ് പ്രസിഡന്റ് TP സജിമോൻ തെക്കേച്ചിറ, സെക്രട്ടറി VP അനന്തകൃഷ്ണൻ, ഖജാൻജി PS സിദ്ധാർത്ഥൻ പള്ളിപ്പറമ്പ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് അലങ്കാര ദീപാരാധന, നാട്ടുചൊല്ലലിൻ്റെ തനത് ഈണങ്ങളുമായി നാടൻപാട്ട, ദൃശ്യാവിഷ്കാരം എന്നിവയും നടന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ റോവിംഗ് ഇൻഡോർ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ആലപ്പുഴയിൽ ആരംഭിച്ചു. സംസ്ഥാനത്ത് ആദ്യമായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 22 സംസ്ഥാനങ്ങളിൽ നിന്നായി 450-ലേറെ താരങ്ങൾ പങ്കെടുക്കുന്നു. ഏപ്രിൽ 30-ന് സമാപിക്കും. ചരിത്രപ്രസിദ്ധമായ എടത്വ സെൻറ് ജോർജ് ഫൊറോന പള്ളിയിൽ ഗിവർഗീസ് സഹദയുടെ പെരുന്നാൾ ആഘോഷത്തിന് ഭക്തിനിർഭരമായ തുടക്കം. കൊടിയേറ്റ് ചടങ്ങിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മെയ് 7-നാണ് പ്രധാന തിരുനാൾ. കുട്ടനാട്ടിലെ നെൽകർഷകർ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട കർഷകർ ചേർത്തലയിലെ കൃഷിമന്ത്രിയുടെ ഓഫീസിലെത്തി. തങ്ങളുടെ ആവശ്യങ്ങൾ മന്ത്രിയെ നേരിട്ട് ബോധ്യപ്പെടുത്താനാണ് നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കർഷകർ ചേർത്തലയിലെത്തിയത്. ചേർത്തലയിലെ ശുചിമുറി മാലിന്യ പ്ലാന്റ് പ്രവർത്തന സജ്ജമായി. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. ജില്ലയിൽ എവിടെ നിന്നും മാലിന്യം ശേഖരിക്കും. കടക്കരപ്പള്ളി പഞ്ചായത്തിൽ പുതിയ ഓഡിറ്റോറിയവും കൗൺസിൽ ഹാളും സജ്ജമായി. മന്ത്രി P പ്രസാദ് ഓഡിറ്റോറിയവും KC വേണുഗോപാൽ MP കൗൺസിൽ ഹാളും ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.